കശ്മീർ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. രാവിലെ 11-ന് പാർലമെന്റിലെ ലൈബ്രറി ഹാളിലാണ് യോഗം. നയതന്ത്ര മേഖലയിലും സൈനിക മേഖലയിലും നടത്തിയ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ അറിയിക്കും. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ഇതുപ്രകാരം പാർലമെന്റിലും രാജ്യസഭയിലും പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളെയും സർവകക്ഷി യോഗത്തിനായി ക്ഷണിച്ചു. രാവിലെ 11 മണിക്ക് പാർലമെന്റിലെ ലൈബ്രറി ഹാളിലാണ് യോഗം. CPIM-ൽ നിന്നും TK രംഗരാജൻ, ജിതേന്ദ്ര ചൗധരി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. കാശ്മീർ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തെ അറിയിക്കും. നയതന്ത്ര മേഖലയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. സൈനിക തലത്തിൽ മറുപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത് സംബന്ധിച്ചും സർവകക്ഷി യോഗത്തിൽ ചർച്ചയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച വയനാട് സ്വദേശി VV വസന്തകുമാറിന്റെ മൃതശരീരം ഇന്ന് ജന്മനാട്ടിലെത്തിക്കും. ഉച്ചയ്ക്ക് 2:15 കോഴിക്കോട് വിമാനത്താവളത്തിലാണ് മൃതദേഹം എത്തിക്കുക. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഉച്ചയോടെയാണ് മൃതദേഹം എത്തിക്കുക കോഴിക്കോട്. പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? VV വസന്തകുമാറിന്റെ ഭൗതിക ശരീരം ഉച്ചയോടുകൂടി കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലായിരിക്കും ഇവിടെ എത്തിക്കുക. ഇവിടെ സംസ്ഥാന ബഹുമതികളോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങും. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, EP ജയരാജൻ, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സംസ്ഥാന ബഹുമതികളോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച ഭൗതിക ശരീരം ഏറ്റുവാങ്ങി അന്ത്യോപചാരം അർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കേന്ദ്ര സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും മന്ത്രിമാർ ഉപചാരം അർപ്പിക്കും. ജില്ലാ കളക്ടർ അമിത് മീണ, ADMP സൈദലി, പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരും. ജന്മനാടായ ലക്കിടിയിലേക്ക് ഇതിനു ശേഷമായിരിക്കും ഭൗതിക ശരീരം കൊണ്ടുവരിക. ലക്കിടി LP സ്കൂളിൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം നടത്തിയ ലക്കിടി LP സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുവാനാണ് തീരുമാനം. ഇവിടെ ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി 2:15-ന് ഈ പ്രത്യേക വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയാൽ അവിടെ നിന്ന് മറ്റു കാര്യങ്ങൾ പൂർത്തിയാക്കി വയനാട്ടിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട്. വയനാട്ടിലേക്ക് എത്തുന്നത് ഏതാണ്ട് 5 മണിയോടുകൂടിയായിരിക്കും. അപ്പോൾ 5 മണിക്കായിരിക്കും പൊതുദർശനം നടക്കുക. 1 മണിക്കൂറോളം പൊതുദർശനത്തിന് ഭൗതിക ശരീരം ലക്കിടി LP സ്കൂളിൽ വെക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും തൃക്കേപ്പറ്റ വില്ലേജിലുള്ള മുക്കംകുന്ന് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കുടുംബ വീടുണ്ട്. അവിടെയുള്ള കുടുംബ ശ്മശാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇവിടെ മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ ഇവിടെയും ജനപ്രതിനിധികളടക്കമുള്ളവർ ഇവിടെയും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ, സംസ്ഥാന സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ വയനാട്ടിൽ പൂർത്തിയായിട്ടുണ്ട്. ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന വിമാനത്തിൽ അദ്ദേഹത്തോടൊപ്പം തമിഴ്നാട് സ്വദേശികൾ കൂടിയുണ്ട്. വീരമൃത്യു വരിച്ച തമിഴ്നാട് സ്വദേശികളായ ജവാന്മാർ കൂടിയുണ്ട്. അവിടങ്ങളിലെല്ലാം തിരുത്തി, അതുപോലെ മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ മറ്റുള്ളവരുടെ ഭൗതിക ശരീരം ഇറക്കിയതിനു ശേഷമായിരിക്കും കോഴിക്കോടേക്ക് എത്തുക. 2:15 കോഴിക്കോട് എത്തുക എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. പുൽവാമ ആക്രമണത്തിൽ മരിച്ച വയനാട് സ്വദേശി VV വസന്തകുമാറിന് ജന്മനാട് വീട് നൽകും. ഉച്ചയ്ക്ക് 2:15 കോഴിക്കോട് വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിക്കുക. അതിനുശേഷം ലക്കിടിയിൽ വൈകിട്ട് പൊതുദർശനമുണ്ടാകും. പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. മോദി ഭരണം ആരംഭിച്ച 2014 മുതൽ ഇതുവരെ 110-ലേറെ സൈനികർ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടു. മോദി സർക്കാരിന്റെ കശ്മീർ നയത്തിൽ പ്രദേശവാസികൾ തന്നെ സൈന്യത്തിന് നേരെ തിരിയുന്നതാണ് കഴിഞ്ഞ 5 വർഷമായി രാജ്യം കണ്ടതെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നു. പുൽവാമ തീവ്രവാദി ആക്രമണം മോദി സർക്കാരിന്റെ കശ്മീർ നയത്തിലെ പരാജയമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി. 2014 ഡിസംബറിൽ ഷോപ്പിയാൻ, പുൽവാമ, ഉറി, അഹമ്മദ് നഗർ തുടങ്ങി വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 21 പേർ. അതിൽ 11 പേർ സൈനികർ. 2016 വർഷം ആരംഭിച്ചത് തന്നെ രാജ്യത്തെ ഞെട്ടിച്ച് പത്താൻകോട്ട് വ്യോമസേനാ താവള ആക്രമണത്തോടെ. ജനുവരി 2-ലെ ആക്രമണത്തിൽ 7 സൈനികരടക്കം 11 മരണം. അതേ വർഷം ജൂൺ 25-ന് പുൽവാമയിൽ തീവ്രവാദികളും സുരക്ഷാ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ
8 സൈനികർ മരിച്ചു. സെപ്റ്റംബർ 18-നായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് വഴിതെളിച്ച ഉറി സൈനിക ക്യാമ്പ് ആക്രമണം. 18 ജവാന്മാർ വീരമൃത്യു വരിച്ചു. നവംബർ 29-ന് വീണ്ടും നഗ്രോട്ട സൈനിക താവളത്തിലേക്ക് തീവ്രവാദികളെത്തി. പ്രത്യാക്രമണത്തിൽ എല്ലാ തീവ്രവാദികളെയും വധിച്ചെങ്കിലും രാജ്യത്തിന് നഷ്ടമായത് 7 സൈനികരുടെ ജീവൻ. 2017-ലെ ആദ്യ മാസങ്ങളിൽ വലിയ ആക്രമണങ്ങൾ കാശ്മീരിലുണ്ടായില്ല. പക്ഷേ ഓഗസ്റ്റ് 26-ന് പുൽവാമ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 8 സൈനികർക്ക് ജീവൻ നഷ്ടമായി. വർഷാവസാന ദിനമായ ഡിസംബർ 31-ന് പുൽവാമ മിലിറ്ററി ക്യാമ്പിലേക്ക് വീണ്ടും ആക്രമണം. 5 സൈനികരടക്കം 8 പേർ മരിച്ചു. 2019-ൽ ചാവേർ ആക്രമണത്തിലൂടെ 41 CRPF ജവാന്മാരെ വീണ്ടും രാജ്യത്തിന് നഷ്ടമായി. പല ആക്രമണങ്ങളിലും പ്രദേശവാസികളാണ് മുൻനിരയിൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ ജമ്മുകാശ്മീർ നയം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. സർക്കാർ പോലും ഇല്ലാത്ത വിധത്തിൽ കാശ്മീർ ഒറ്റപ്പെട്ടിരിക്കുന്നു. തീവ്രവാദികളെയും പ്രദേശവാസികളെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതും പ്രശ്നങ്ങൾ വഷളാക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാശ്മീർ നയം പരാജയപ്പെട്ടുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചും പാകിസ്ഥാനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതിനുമപ്പുറം ജമ്മുകാശ്മീരിന്റെ മനസ്സറിയാൻ മോദി സർക്കാരിനും കഴിഞ്ഞില്ല. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വൻ ഭീകരാക്രമണത്തിൽ രാജ്യം വേദനിക്കുമ്പോൾ പൊതുപരിപാടികളും ഉദ്ഘാടനങ്ങളുമായി പ്രധാനമന്ത്രി. BJP ദില്ലി അധ്യക്ഷൻ മനോജ് തിവാരി ഡാൻസ് പാർട്ടി നടത്തിയപ്പോൾ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ചിരിച്ചുല്ലസിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രചാരണ പരിപാടികളടക്കം റദ്ദാക്കിയിരുന്നു. 40-ലേറെ ജവാന്മാർ ഒരൊറ്റ ബോംബ് സ്ഫോടനത്തിൽ ഛിന്നഭിന്നമായി നിൽക്കുന്ന രാജ്യത്തിനു മുമ്പിൽ പാർട്ടി പരിപാടികളും ഉദ്ഘാടനങ്ങളുമായി ദിവസം ചെലവഴിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ മന്ത്രി അരുൺ ജെയ്റ്റ്ലി ഹാളിന് പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രധാനമന്ത്രി ദില്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്കുള്ള ഹൈസ്പീഡ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഉദ്ഘാടനം കഴിഞ്ഞ മോദി ഝാൻസിയിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലെത്തി. കാശ്മീരിലാകട്ടെ ജവാന്മാരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ ജവാന്മാരുടെ കുടുംബത്തിന്റെ നിലവിളികൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ മോദി ഝാൻസിയിലെ റാലിയിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. അതിനുശേഷം ബീഹാറിലെത്തിയ മോദി നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇന്നലെ തീവ്രവാദാക്രമണം കഴിഞ്ഞയുടൻ വാർത്താ സമ്മേളനം പോലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി റദ്ദ് ചെയ്ത സമയത്ത് കർണാടകയിലെ BJP റാലിയിൽ ചിരിച്ചുല്ലസിച്ച് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ഭീകരാക്രമണത്തെ അപലപിച്ചതിനു ശേഷമായിരുന്നു അമിത്ഷായുടെ ആഹ്ലാദത്തോടെയുള്ള പ്രസംഗം. യോഗി ആദിത്യനാഥും കേരളത്തിലെ പരിപാടികൾ മുടക്കമില്ലാതെ നടത്തി. ദില്ലി BJP സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി അർദ്ധരാത്രി ഡാൻസ് പാർട്ടി നടത്തിയായിരുന്നു ഭീകരാക്രമണം അറിഞ്ഞ രാജ്യത്തോട് പ്രതികരിച്ചത്. കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ തമിഴ്നാട്ടിലെ AIADMK സഖ്യ ചർച്ചകൾ നടത്തി പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. 40-ലേറെ സൈനികർ കൊല്ലപ്പെട്ടിട്ടും രാജ്യത്ത് ദുഃഖാചരണം പോലും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ മറ്റു വാർത്തകളിലേക്ക്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയ്ക്ക് മികച്ച സ്വീകരണം. 2ാം ദിവസം 4 കേന്ദ്രങ്ങളിൽ യാത്ര സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. BJP സർക്കാരിന്റെ വീഴ്ചയാണ് തുടരെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് കാരണമെന്ന് കോടിയേരി പറഞ്ഞു. ഒരു മതേതര ബദലാണ് രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമാണ് കേരള സംരക്ഷണ യാത്ര ഉയർത്തുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല യാത്ര 2ാം ദിനത്തിൽ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. തുടർന്ന് വിഴിഞ്ഞം, കുന്നത്തുകാൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി നെയ്യാറ്റിൻകരയിൽ സമാപിക്കുമ്പോൾ വലിയ സ്വീകരണമാണ് യാത്രയ്ക്ക് കേന്ദ്രങ്ങളിൽ ലഭിച്ചത്. BJP സർക്കാരിന്റെ വീഴ്ചയാണ് തുടരെയുള്ള തീവ്രവാദാക്രമണത്തിന് കാരണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒരു മതേതര ബദലാണ് രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. സൈനികരുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത BJP ഭരണത്തിന് എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാൻ സാധിക്കും? ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ BJPക്ക് സാധിക്കുകയില്ല. അവർക്ക് ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കണം, ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കണം. അതിനുവേണ്ടിയുള്ള ചുവടുവെക്കുന്ന BJPക്ക് നയതന്ത്ര സമീപനം സ്വീകരിക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. BJP അധികാരത്തെ പുറത്താക്കി കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണം. വികസനം, സമാധാനം, സാമൂഹ്യ പുരോഗതി, ജനപക്ഷ ഇടതുപക്ഷം എന്നീ വിഷയങ്ങളും യാത്ര ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു.
മൂന്നാം ദിനത്തിൽ പേയാട് നിന്നാരംഭിക്കുന്ന യാത്ര ആര്യനാട്, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വെഞ്ഞാറമൂട്ടിലാകും സമാപിക്കുക. മാർച്ച് 2-നാണ് ഇരു മേഖലാ യാത്രകളും ചേർന്ന് തൃശൂരിൽ പരിസമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDFന്റെ കേരള രക്ഷായാത്ര വടക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ തുടക്കമാകും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജാഥ ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന ജാഥ മാർച്ച് 2-ന് തെക്കൻ മേഖലാ ജാഥയ്ക്കൊപ്പം തൃശൂരിൽ സമാപിക്കും. കർഷക പോരാട്ടത്തിന്റെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന പൈവളികെ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നാണ് LDF നേതൃത്വത്തിലുള്ള നവകേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് തുടക്കം. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ഉപ്പളയിൽ ഇന്ന് വൈകിട്ട് 3-ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. ജാഥയുടെ ഉദ്ഘാടനം അവിസ്മരണീയവും വൻ വിജയവുമാക്കാനുള്ള ഒരുക്കങ്ങൾ തുളുനാടൻ മണ്ണിൽ പൂർത്തിയായി. ഉദ്ഘാടനത്തിന് ശേഷം ജാഥയുടെ ആദ്യ സ്വീകരണം ജില്ലാസ്ഥാനമായ കാസർകോട്ടാണ്. വൈകിട്ട് 5 മണിക്ക്. ഞായറാഴ്ച രാവിലെ 10-ന് ചട്ടഞ്ചാലിലും ഉച്ചതിരിഞ്ഞ് 3-ന് കാഞ്ഞങ്ങാട്ടും 4-ന് കാലിക്കടവിലുമാണ് കാസർഗോഡ് ജില്ലയിൽ ജാഥയ്ക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് 2-ാം നാളിലെ സമാപന സ്വീകരണ യോഗം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമായി കൂടിക്കാഴ്ച നടത്തി. ദുബായ് മർമം പാലസിലായിരുന്നു കൂടിക്കാഴ്ച. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, ചീഫ് സെക്രട്ടറി ടോം ജോസ്, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഇളങ്കോവൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദുബായ് മർമം പാലസിൽ വെച്ചാണ് UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയത്. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് UAE പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ ലഭിച്ചത്. കേരളം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദിനെ ക്ഷണിച്ചു. കേരളത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് ഷെയ്ഖ് മുഹമ്മദ് പങ്കുവച്ചത്. തന്റെ പാലസിൽ 100% മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്രയേറെ UAE ഇഷ്ടപ്പെടുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് പിണറായി വിജയനോട് ചോദിച്ചു. മലയാളികൾ ഈ രാജ്യത്തെ അവരുടെ 2ാം വീടായാണ് കാണുന്നതെന്ന് മറുപടി നൽകിയതായി മുഖ്യമന്ത്രി പിന്നീട് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രവാസി മലയാളികളോട് പറഞ്ഞു. ഈ വർഷം തന്നെ ഷെയ്ഖ് മുഹമ്മദ് കേരളം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു ചോദ്യമുണ്ട്, നമ്മൾ ദേവിയെ ചോദിക്കുക, എന്തുകൊണ്ടാണ് അവിടുന്ന് മലയാളികൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾക്കറിയാലോ, അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവരെല്ലാവരും അവരുടെ 2ാം വീടായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പൊ ഈ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു, ഇവിടെ 80% മലയാളികളാണ്. അപ്പൊ അതിന് അദ്ദേഹം ഒരു തിരുത്ത് നടത്തി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് 100% മലയാളികളാണ്. ഈ സൈനസിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം ഹൃദയപൂർവ്വം അത് സ്വീകരിച്ചു. നമുക്ക് ഈ വർഷം തന്നെ നമ്മുടെ മണ്ണിൽ അദ്ദേഹത്തിന് ആതിഥ്യമരുടാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി, UAE മന്ത്രി റീം അൽ ഹാഷിമി, ചീഫ് സെക്രട്ടറി ടോം ജോസ്, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഇളങ്കോവൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ടി ജമാലുദ്ദീൻ, ദുബായ്. കേരളം സന്ദർശിക്കാൻ UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചു. ഷെയ്ഖ് മുഹമ്മദുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ക്ഷണിച്ചത്. ദുബായിൽ നിന്നും ജമാലുദ്ദീൻ. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. ഫുട്ബോൾ, ഹോക്കി തുടങ്ങിയ സിന്തറ്റിക് ട്രാക്കുകളുടെ നിർമ്മാണോദ്ഘാടനം കായികമന്ത്രി EP ജയരാജൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വനിതാ ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണത്തിന് 6.38 കോടി രൂപയും ഹോക്കി ടർഫ് നിർമ്മാണത്തിന് 4.65 കോടിയും ഫുട്ബോൾ ടർഫിന്റെ നിർമ്മാണത്തിനായി 4.33 കോടി രൂപയുടെയും ഭരണാനുമതിയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്.
ട്രാക്കുകളുടെ നിർമ്മാണോദ്ഘാടനം കായികമന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വനിതാ ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വ്യത്യസ്ത കായിക വിനോദങ്ങളിൽ തൽപരരായിട്ടുള്ള കുട്ടികളെ പ്രത്യേകമായി സെലക്ട് ചെയ്ത് അവരിവിടെ വന്ന് താമസിച്ച് പഠിച്ച് പരിശീലനം നേടി കായിക രംഗത്ത് അവർ വളർന്നു വരാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. നിങ്ങൾ ഈ കായിക രംഗത്ത് പരിശീലിച്ചു വന്നാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഗവൺമെന്റിൽ നിന്നുണ്ടാകും. ഫിഫ ക്വാളിറ്റി പ്രോ നിലവാരത്തിലുള്ള ഫുട്ബോൾ സിന്തറ്റിക് ടർഫുകൾക്ക് മെയിന്റനൻസ് കുറവായതിനാൽ ദീർഘകാലം പരിശീലനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ സ്പോർട്സ് സമിതികളും 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ട്രാക്കുകളുടെ പൂർത്തീകരണത്തോടുകൂടി ജി.വി. രാജ സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾക്കും ഈ കോർട്ടുകൾ പ്രയോജനകരമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസിന്റെ 2ാം സീറ്റ് അവകാശവാദത്തിൽ മൌനം പാലിച്ച് മാണിയും ജോസ് കെ മാണിയും. കേരള യാത്രയുടെ സമാപന വേദിയിൽ UDF ചെയർമാൻ കൂടിയായ ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ സീറ്റ് ആവശ്യം ഉന്നയിക്കാൻ മാണിയും മകനും തയ്യാറായില്ല. അതേസമയം പ്രവർത്തകരെ സാക്ഷിയാക്കി മാണി ജോസഫ് വിഭാഗം ഒറ്റക്കെട്ടായി പോകേണ്ടതിന്റെ ആവശ്യകത മോൻസ് ജോസഫ് ഓർമ്മപ്പെടുത്തി. കേരള കോൺഗ്രസ് മാണി മറ്റൊരു പിളർപ്പിന്റെ വക്കിലെത്തിയിട്ടും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാതെയാണ് പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിച്ച കേരളയാത്ര സമാപിച്ചത്. കെ എം മാണിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ മനഃപൂർവ്വം വിസ്മരിച്ചു. പാർട്ടിക്ക് 2ാം സീറ്റ് വേണമെന്ന വാദം പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തകരെ സാക്ഷിയാക്കി ചോദിക്കാൻ കെ എം മാണിയും മകൻ ജോസ് കെ മാണിയും തയ്യാറായില്ല എന്നത് പ്രസക്തമാണ്. എന്നാൽ പാർട്ടി ചെയർമാൻ കെ എം മാണിയുടെയും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിന്റെയും നേതൃത്വത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി മുൻപോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത മോൻസ് ജോസഫ് MLA അണികളെ സാക്ഷിയാക്കി ഓർമ്മപ്പെടുത്തി. പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ കെ എം മാണി സാറിന്റെയും പാർട്ടിയുടെ ആദരണീയനായ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെയും നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമത്തിന് ശക്തി പകരുന്ന വിധത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പാർട്ടിയുടെ രാഷ്ട്രീയ ആവശ്യമായി PJ ജോസഫ് ഉയർത്തിയ 2ാം സീറ്റ് ആവശ്യത്തിൽ കെ എം മാണിയും മകനും മൌനം പാലിച്ചത് ഈ ആവശ്യത്തിന് പാർട്ടി പിളർന്നാലും വലിയ ഗൗരവം നൽകേണ്ടതില്ലെന്ന സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്തായാലും തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ തുടരേണ്ടതില്ലെന്ന നിലപാടാകും ജോസഫും കൂട്ടരും സ്വീകരിക്കുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വൈദികൻ പീഡിപ്പിച്ച കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ഫാദർ റോബിൻ വടക്കുംചേരിയാണ് കേസിലെ 1ാം പ്രതി. വിചാരണ വേളയിൽ പെൺകുട്ടിയും രക്ഷിതാക്കളും കൂറുമാറിയിരുന്നു. തുടക്കത്തിൽ 10 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ നിന്നും 3 പേരെ സുപ്രീം കോടതി ഒഴിവാക്കിയിരുന്നു. ബാക്കിയുള്ള 7 പേരാണ് വിചാരണ നേരിട്ടത്. 1ാം പ്രതിയായ ഫാദർ റോബിൻ വടക്കഞ്ചേരിയെ കൂടാതെ സഹായി തങ്കമ്മ നെല്ലിയാനി, ഡോക്ടർ ലിസ് മരിയ, സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ ഒഫീലിയ, തോമസ് ജോസഫ് തേരകം, ഡോക്ടർ ബെറ്റി ജോസഫ് എന്നിവരാണ് മറ്റ് പ്രതികൾ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1-നാണ് വിചാരണ ആരംഭിച്ചത്. 38 സാക്ഷികളെ വിസ്തരിക്കുകയും 80 രേഖകളും 7 തൊണ്ടിമുതലുകളും പരിശോധിക്കുകയും ചെയ്തു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ പ്രായപൂർത്തിയായെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ആയതിനാൽ കുറ്റകരമല്ലെന്നുമായിരുന്നു പ്രതിഭാഗം വാദം. വിചാരണക്കിടെ പെൺകുട്ടിയും രക്ഷിതാക്കളും കൂറുമാറി. കമ്പ്യൂട്ടർ പഠിക്കാനായി വന്ന പെൺകുട്ടിയെ ഫാദർ റോബിൻ വടക്കാഞ്ചേരി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് കേസ്. പെൺകുട്ടി പ്രസവിച്ചതോടെ 2017 ഫെബ്രുവരി 26-നാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. കാനഡയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഫാദർ റോബിനെ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീര ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് ചുറ്റും ദീപം തെളിയിച്ചു. സ്മൃതിനാളം എന്ന പേരിലാണ് ദീപം തെളിയിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് ഗുരുഡിൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്മൃതിനാളത്തിൽ പങ്കാളികളായി. പത്തനംതിട്ട റാന്നി കീക്കൊഴൂരിൽ അമ്മയുടെ മുന്നിലിട്ട് 2 കുട്ടികളെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പിതൃസഹോദരന് വധശിക്ഷ. മാടത്തേത്ത് തോമസ് ചാക്കോയെയാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്.
2013 ഒക്ടോബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു സഹോദരന്റെ മക്കളായ 7 വയസ്സുള്ള മെൽബിനെയും 3 വയസ്സുള്ള മെബിനെയും പ്രതി കൊലപ്പെടുത്തിയത്. സംഭവ ദിവസം രാവിലെ 7:30-യോടെ കുടുംബ വീട്ടിലെത്തിയ പ്രതി തോമസ് ചാക്കോ മുറ്റത്ത് നിന്ന് 2ാം ക്ലാസ്സുകാരൻ മെൽബിനെയും വീടിനകത്തുണ്ടായിരുന്ന അംഗൻവാടി വിദ്യാർത്ഥി മെബിനെയും കഴുത്തെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം തടയാനെത്തിയ കുട്ടികളുടെ അമ്മയുടെ മുഖത്ത് പ്രതി മുളകുപൊടിയെറിയുകയും ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന ഡീസൽ ഉപയോഗിച്ച് വീടിന് തീവെച്ച ശേഷം പ്രതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. ആത്മഹത്യാ ശ്രമക്കേസിൽ റാന്നി കോടതിയിൽ പ്രതി കുറ്റം ഏറ്റുപറഞ്ഞതും സെഷൻസ് കോടതിയിലെ കേസിൽ നിർണായകമായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആലുവ പെരിയാറിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. യുവതിയുടെ മൃതദേഹം പൊതിഞ്ഞിരുന്ന പുതപ്പ് വാങ്ങിയത് കളമശ്ശേരിയിലെ തുണിക്കടയിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി. ഫെബ്രുവരി 7-ന് ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് പുതപ്പ് വാങ്ങിയെന്നാണ് കടയുടമയുടെ മൊഴി. പ്രതികൾ സഞ്ചരിച്ചുവെന്ന് സംശയിക്കുന്ന വാഹനം കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പുഴയിൽ താഴ്ത്തുന്നതിന് മുമ്പ് യുവതിയുടെ മൃതദേഹം പൊതിഞ്ഞിരുന്ന പുതപ്പ് വാങ്ങിയത് കളമശ്ശേരിയിലെ കടയിൽ നിന്നാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പുതപ്പിൽ നിന്നും ലഭിച്ച ബാർകോഡ് ഉപയോഗിച്ചുള്ള അന്വേഷണമാണ് കടയിലെത്തിച്ചത്. ഫെബ്രുവരി 7-ന് ഒരു സ്ത്രീയും പുരുഷനുമാണ് പുതപ്പ് വാങ്ങാൻ എത്തിയതെന്ന് കടയുടമ മൊഴി നൽകിയിട്ടുണ്ട്. ഇവർക്ക് 35-നും 40-നും ഇടയിൽ പ്രായം വരും. ആദ്യമെടുത്ത പുതപ്പ് വിരിച്ചു നോക്കി വലിപ്പം മതിയാകില്ലെന്ന് സ്ത്രീ പറഞ്ഞപ്പോൾ വലിപ്പം കൂടിയത് വാങ്ങുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഇവർ എത്തിയതെന്ന് കരുതുന്ന വാഹനവും കണ്ടെത്തിയിട്ടുണ്ട്. പുതപ്പ് വാങ്ങിക്കാൻ ഇറങ്ങിയ ഇവർ കുറച്ച് മുന്നോട്ട് പോയ ശേഷമാണ് രാത്രി വൈകി അടയ്ക്കാറുള്ള കട കാണുന്നത്. വാഹനം പിന്നോട്ടെടുത്ത ശേഷം പുതപ്പ് വാങ്ങാൻ ഇറങ്ങുന്നതും CCTV ദൃശ്യങ്ങളുണ്ട്. ഈ വാഹനം കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹത്തിന് 5 ദിവസത്തോളം പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിൽ കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭിക്കാത്തത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. ആലുവ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.